നമസ്കാരം, ഞാൻ കെ ലാൽ. പ്രധാന വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വ്യാജ ഡോക്ടറെ ഗാന്ധിനഗർ പോലീസ് പിടികൂടി. പിടിയിലായത് പത്തനംതിട്ട പെരുന്നാട് സ്വദേശി രഞ്ജിത്ത്. അന്വേഷണം രോഗികളുടെ പരാതിയെ തുടർന്ന്. സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ നടപടി സ്വാഗതം ചെയ്യുന്നതായി ചീഫ് വിപ്പ് PC ജോർജ്. കേരളത്തിൽ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകണം. പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് സർക്കാർ 4.25 കോടി രൂപ അനുവദിച്ചു. ഒന്നാം ഘട്ട പണികൾ പൂർത്തിയായി വരുന്നു. പൊന്തൻപുഴ വനത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തടികൾ ചിതലരിച്ച് നശിക്കുന്നു. തടികൾ ലേലം ചെയ്യാൻ വനം വകുപ്പ് അധികൃതർ തയ്യാറാകുന്നില്ല. വാർത്ത വിശദമായി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർ ചമഞ്ഞ് നടന്ന യുവാവിനെ പോലീസ് പിടികൂടി. പത്തനംതിട്ട സ്വദേശി രഞ്ജിത്തിനെയാണ് ഗാന്ധിനഗർ പോലീസ് പിടികൂടിയത്. ഇയാൾ 2 വർഷമായി മെഡിക്കൽ കോളേജ് പരിസരത്ത് ഡോക്ടർ ചമഞ്ഞ് നടക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 2 വർഷത്തോളമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി വാർഡുകളിലും പരിസരങ്ങളിലും ഡോക്ടറായി ചമഞ്ഞു നടന്നയാളെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഗാന്ധിനഗർ പോലീസ് പിടികൂടി. പത്തനംതിട്ട പെരുന്നാട് സ്വദേശി രഞ്ജിത്താണ് ആൾമാറാട്ടം നടത്തി പോലീസ് പിടിയിലായത്. 3 തവണ MBBS എൻട്രൻസ് പരീക്ഷ എഴുതിയിരുന്നെങ്കിലും റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റാൻ ഇയാൾക്ക് സാധിച്ചിരുന്നില്ല. താൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBSന് പഠിക്കുകയാണെന്നാണ് ഇയാൾ വീട്ടുകാരെയും നാട്ടുകാരെയും അറിയിച്ചിരുന്നത്. വിശ്വസിപ്പിക്കാനായി ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ കറങ്ങി നടക്കുകയും ചെയ്തു. ഇയാൾ രോഗികളെ പരിശോധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും പോലീസിന് അറിവ് ലഭിച്ചിട്ടില്ല. ആശുപത്രിയിലെത്തിയ രോഗികൾക്ക് തോന്നിയ സംശയത്തിന്മേൽ ഗാന്ധിനഗർ പോലീസ് നടത്തിയ അന്വേഷണം തട്ടിപ്പ് വീരനെ കുടുക്കിയത്. പോലീസ് ഇയാൾക്കെതിരെ സ്വമേധയാ കേസെടുത്തു. എൻട്രൻസ് എഴുതി ജയിക്കാഞ്ഞതിനാലാണ് ഇങ്ങനെ ഒരു കള്ളക്കളി നടത്തിയതെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ടെന്നും അറിയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. LDFന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ തുടർന്ന് 2 ദിവസം സെക്രട്ടേറിയറ്റിന് അവധി കൊടുത്തത് രാഷ്ട്രീയപരമായി UDFന് ഫലം ചെയ്തില്ലെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ്. കേരളത്തിൽ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകണം. സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ നടപടി സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. സോളാർ വിഷയത്തിൽ അകത്ത് കിടക്കേണ്ട പലരും ഇപ്പോഴും പുറത്തു നടക്കുന്നുണ്ടെന്നും PC ജോർജ് കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. UDFൽ വിശദമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് സോളാർ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചതെന്ന് ഗവൺമെന്റ് ചീഫ് PC ജോർജ് പറഞ്ഞു. സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. തനിക്കെതിരെ ആരോപണമുന്നയിക്കുന്ന KPCC അംഗം T സിദ്ദിഖ് AK ആന്റണിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചയാളാണ്. കേരളത്തിൽ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകണമെന്നും PC ജോർജ് അഭിപ്രായപ്പെട്ടു. സിദ്ദിഖ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. ആ സിദ്ദിഖ് 94 AK ആന്റണി മലപ്പുറത്ത് പോയി അറിയാലോ മത്സരിച്ചു. അപ്പം ആന്റണിയെ തോൽപ്പിക്കാൻ വേണ്ടി ഡെഫ് സംഘം ഉണ്ടായി. ഡെഫ് മുട്ടി പാട്ട് പാടുന്ന ആ ഡെഫ് മുട്ട് സംഘത്തിന്റെ ചീഫായിരുന്നു നമ്മുടെ റസാഖ്, നമ്മുടെ സിദ്ദിഖ്. ആന്റണിയെ തോൽപ്പിക്കാൻ ഒത്തിരി ഓടിയതാ. ഡെഫ് തട്ടി നടന്ന. അത് കഴിഞ്ഞ് അദ്ദേഹം മുസ്ലിം ലീഗ് ചേർന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം മുസ്ലിം ലീഗ് ചാടി. കോൺഗ്രസിൽ ആൾ കുറവാണല്ലോ, അവിടെ കയറിയ നേതാവുണ്ട്. അവിടെ ഐക്യർ കൂടുതലായപ്പോൾ ഏയിച്ചു. ഇപ്പം ഏയില്ല, അത്രേ ഉള്ളൂ. LDFന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ തുടർന്ന് 2 ദിവസം സെക്രട്ടേറിയറ്റിന് അവധി കൊടുത്തത് രാഷ്ട്രീയപരമായി UDFന് ഗുണം ചെയ്തില്ലെന്നും PC ജോർജ് പറഞ്ഞു. കഴിഞ്ഞ മാസം തന്റെ പേർക്ക് വന്ന ഒരു ഭീഷണി കത്ത് PC ജോർജ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വായിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷന്റെ 2ാം ഘട്ട നിർമ്മാണത്തിന് ധനകാര്യ വകുപ്പ് 4.25 കോടി രൂപ അനുവദിച്ചതായി ഡോക്ടർ N ജയരാജ് MLA അറിയിച്ചു. 5 കോടി രൂപ ചെലവഴിച്ച് 3 നിലകളുടെ പണികൾ പൂർത്തിയായി വരുന്നു. 5 നിലകളിലായി പണിയുന്ന പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷന്റെ 3 നിലകളുടെ നിർമ്മാണം അവസാനഘട്ടത്തിലെത്തി. 9.25 കോടി രൂപ ചെലവഴിച്ചാണ് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പൊൻകുന്നത്ത് പല സ്ഥലങ്ങളിലായി പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിലാക്കുവാൻ കഴിയും. താഴത്തെ നില പൂർണ്ണമായും പാർക്കിങ്ങിനായി ഉപയോഗിക്കും. ഇതോടെ പൊൻകുന്നം ടൗണിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന് ധനകാര്യ വകുപ്പ് 4.25 കോടി രൂപ അനുവദിച്ചെന്ന് ഡോക്ടർ N ജയരാജ് MLA പറഞ്ഞു. പൊൻകുന്നത്തെ മിനി സിവിൽ സ്റ്റേഷൻ ഇനി അതിൻ്റെ 2 ഘട്ടങ്ങളോട് 2 നിലയൂടെ പൂർത്തീകരിക്കുവാനും അതിൻ്റെ ലിഫ്റ്റ് ഉൾപ്പെടെ ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പൂർത്തീകരിക്കാനുണ്ട്. 4.25 കോടി രൂപയാണ് അതിനുള്ള എസ്റ്റിമേറ്റ് PWD ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയത്. ആ 4.25 കോടി രൂപയ്ക്കും ഭരണാനുമതി നൽകാനായിട്ട് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു.
അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഈ 2 നിലകളുടെ കൂടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു സന്തോഷം ഈ കൂട്ടത്തിലുണ്ട്. 4.25 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. അതിന് ഭരണാനുമതി നൽകാനായിട്ടുള്ള ഉത്തരവ് ധനകാര്യമന്ത്രി കൊടുത്തു കഴിഞ്ഞു. സിവിൽ സ്റ്റേഷനിൽ എംപിക്കും എംഎൽഎക്കും ജനങ്ങളുമായി ബന്ധപ്പെടാൻ പ്രത്യേകം മുറികളും അനുവദിച്ചിട്ടുണ്ട്. ഈ സൗകര്യമൊരുക്കുന്ന ആദ്യത്തെ സിവിൽ സ്റ്റേഷൻ പൊൻകുന്നത്താണെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊന്തൻപുഴ വനാതിർത്തിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തടികൾ ചിതലരിച്ച് നശിക്കുന്നു. വനം വകുപ്പ് അധികൃതരുടെ അനാസ്ഥയാണ് തടികൾ ഉപേക്ഷിക്കാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയുടെ വശങ്ങളിലും പൊന്തമ്പുഴ വനാതിർത്തിയിലുമാണ് വിലപിടിപ്പുള്ള തടികൾ അധികൃതർ ഉപേക്ഷിച്ചിരിക്കുന്നത്. 50 ഇഞ്ച് മുതൽ 200 ഇഞ്ച് വരെ ചെറുതും വലുതുമായ ഒട്ടേറെ തടികളാണ് കഴിഞ്ഞ 10 വർഷമായി ചിതലരിച്ച് നശിക്കുന്നത്. കാട്ടുവൃക്ഷങ്ങൾ മുതൽ വിലയേറിയ തേക്കുവരെ ഇത്തരത്തിൽ ഉപേക്ഷിച്ചതായി കാണാം. റോഡരികിലും വനാതിർത്തിയിലുമുള്ള തടികൾ ഉണങ്ങി വീഴുകയോ കടപുഴകി വീഴുകയോ ചെയ്താൽ നീക്കം ചെയ്യുന്നതിന് ഒട്ടേറെ കടമ്പകളാണ് നിലവിലുള്ളത്. ഇത്തരം തടികൾ പരിശോധിച്ച് വില നിശ്ചയിക്കേണ്ടത് സാമൂഹ്യ വനവൽക്കരണ വകുപ്പാണ്. എന്നാൽ വില നിശ്ചയിക്കുന്നതിനോ ഇവ ലേലം ചെയ്യുന്നതിനോ ഉദ്യോഗസ്ഥർ താൽപര്യം കാട്ടാറില്ല. സാമൂഹ്യ വനവൽക്കരണ വകുപ്പ് നിശ്ചയിക്കുന്ന വിലയനുസരിച്ച് തടി ലേലം കൊള്ളാൻ വ്യാപാരികൾ എത്താറില്ലെന്നതും പതിവാണ്. 2-ലധികം തവണ വില പുനർനിശ്ചയിച്ച് ലേലം ചെയ്യണമെന്നാണ് ചട്ടം. എന്നാൽ മറിഞ്ഞു വീഴുകയോ റോഡിന്റെ വശങ്ങളിൽ വെട്ടിയിടുകയോ ചെയ്യുന്ന തടികളുടെ വില പുനർനിശ്ചയിച്ച് ലേലം ചെയ്യാൻ അധികൃതർ സാധാരണ തയ്യാറാവില്ല. സംസ്ഥാന ഖജനാവിലെത്തേണ്ട കോടിക്കണക്കിന് രൂപയുടെ തടികളാണ് ഇത്തരത്തിൽ ചിതലരിച്ച് വർഷം തോറും നശിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മണിമല. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ 2013-14 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചു. 75.89 കോടി രൂപ അടങ്കൽ തുക വരുന്ന 613 പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. 75.89 കോടി രൂപ അടങ്കൽ തുക വരുന്ന ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചു. പട്ടികജാതി വിഭാഗത്തിന് 12.82 കോടി രൂപയുടെ പദ്ധതിയും പട്ടികവർഗ വിഭാഗത്തിന് 2.13 കോടി രൂപയുടെ പദ്ധതിയും നടപ്പാക്കും. കുട്ടികൾക്കും വൃദ്ധർക്കും മറ്റുള്ളവർക്കുമായി 2.48 കോടി രൂപയുടെ പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ജില്ലയിലെ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് 7.56 കോടി രൂപയും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് 7.25 കോടി രൂപയും നീക്കിവച്ചു. ജില്ലയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ LED ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് 1.65 കോടി രൂപയും നീക്കിവച്ചു. സർക്കാർ സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവിടങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിനും തുക വകയിരുത്തിയിട്ടുണ്ട്. സ്കൂളുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് 70 ലക്ഷം രൂപ ഇതിലേക്ക് നീക്കിവച്ചു. ശാരീരിക വൈകല്യമുള്ളവർക്ക് മുച്ചക്രവാഹനം വാങ്ങുന്നതിന് 78 ലക്ഷം രൂപയും നീക്കിവച്ചു. മണർകാട് പ്രാദേശിക കോഴിവളർത്തൽ കേന്ദ്രത്തോടനുബന്ധിച്ച് പക്ഷിക്കൂട് എന്ന പദ്ധതി ആവിഷ്കരിക്കാൻ 35 ലക്ഷം രൂപ വകയിരുത്തി. ഇന്ദിര ആവാസ് യോജന പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിക്കുന്നതിന് 2 കോടി രൂപയും നീക്കിവച്ചു. നാടൻ കലകളുടെ പ്രോത്സാഹനത്തിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ശബരിമല തീർത്ഥാടകർക്ക് ഹരിവരാസനം പദ്ധതി നടപ്പാക്കും. മീനച്ചിലാറിനെ സംരക്ഷിക്കാൻ ഹരിതതീരം പദ്ധതി ആവിഷ്കരിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് ഫിൽസൺ മാത്യൂസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമല തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് കോട്ടയം ജില്ലയിൽ കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി ഹരിവരാസനം എന്ന ഒരു പദ്ധതി ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഒരു ഷെൽട്ടർ വിവിധ കേന്ദ്രങ്ങളിൽ, അതിൽ ആദ്യത്തേത് എരുമേലിയിലും രണ്ടാമത് ഏറ്റുമാനൂരും എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അവർ വരുന്ന കേന്ദ്രങ്ങളിൽ അവ നടപ്പാക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആദ്യഘട്ടം 15 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമിയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാർത്തകൾ തുടരുന്നു. മണർകാട് പുതുപ്പള്ളി ബൈപ്പാസ് റോഡ് തകർന്നു. റോഡിന്റെ നിരവധി ഭാഗങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടു. 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് ഗതാഗതയോഗ്യമല്ലാതായിട്ടും അധികൃതർ അവഗണിക്കുന്നതായി ആക്ഷേപം. മണർകാട്ടു നിന്നും പുതുപ്പള്ളിയിലേക്കുള്ള 4 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റോഡ് ഏറെ യാത്രാ പ്രാധാന്യമുള്ളതാണ്. പുതുപ്പള്ളിയിൽ നിന്നും മണർകാട് വഴി കോട്ടയത്തിനും അയർക്കുന്നം മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കും പോകാനുള്ള പ്രധാന മാർഗമാണിത്. ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നു. മണർകാട് കവലയിൽ റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് തന്നെ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. തലപ്പാടി കാഞ്ഞിരത്തുമൂട് ഭാഗത്തും ഏറെ ബുദ്ധിമുട്ടിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. ജില്ലയിലെ പ്രധാന റോഡുകളിലൊന്നായ ഈ റോഡ് ഗതാഗതയോഗ്യമല്ലാതായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കടന്നുപോകുന്ന ഈ റോഡിന് എന്ന് ശാപമോക്ഷം ഉണ്ടാകുമെന്ന് ജനങ്ങൾ ചോദിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മണർകാട്.
ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിന് സമാപനം കുറിച്ച് കോട്ടയത്ത് നടന്ന റാലി അക്ഷരാർത്ഥത്തിൽ സ്ത്രീ ശക്തി വിളിച്ചറിയിക്കുന്നതായിരുന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. കേരള രാഷ്ട്രീയത്തിലെ ആനുകാലിക സംഭവങ്ങൾ തന്നെ ലജ്ജിപ്പിക്കുന്നതായി ബൃന്ദ കാരാട്ട് പറഞ്ഞു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് സമാപനം കുറിച്ച് തിങ്കളാഴ്ച വൈകിട്ട് നടന്ന റാലി കോട്ടയം നഗരത്തെ സ്ത്രീശക്തി കേന്ദ്രമാക്കി. റാലിയുടെ മുൻനിരയിൽ ദേശീയ സംസ്ഥാന ഭാരവാഹികളായ സുധാ സുന്ദരരാമൻ, ജഗ്മതി പസ്വാൻ, TN സീമ, KK ശൈലജ, CS സുജാത, കൃഷ്ണകുമാരി, രാജശേഖരൻ, രമാമോഹൻ തുടങ്ങിയവർ അണിനിരന്നു. അതിനു പിന്നിൽ പ്രതിനിധികൾ, അവർക്കും പിന്നിലായി വിവിധ ഏരിയകളിൽ നിന്നെത്തിയ പ്രവർത്തകർ. റാലിക്ക് കൊഴുപ്പേകി വാദ്യമേളങ്ങളും കലാരൂപങ്ങളും അകമ്പടിയായി. നഗരം ചുറ്റി നടന്ന റാലി സമ്മേളന നഗരിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ ദുഃഖവും ലജ്ജയും തോന്നുന്നുവെന്ന് ബൃന്ദ കാരാട്ട് പറഞ്ഞു. those people who are involved in the solar scam. മുഖ്യമന്ത്രി ഓഫീസും ഈ സോളാർ സ്കാമിനകത്ത് ഈ അഴിമതിക്കകത്ത് അകപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരെയും സപ്പോർട്ട് ചെയ്യുന്ന It is an issue of morality and ethics in politics. സംസ്ഥാന പ്രസിഡന്റ് TN സീമ അധ്യക്ഷയായി. ജനറൽ സെക്രട്ടറി സുധാ സുന്ദരരാമൻ, മുൻ ദേശീയ പ്രസിഡന്റ് സുഭാഷിണി അലി, വൈസ് പ്രസിഡന്റ് ജഗ്മതി പാസ്വാൻ, P സതീദേവി, CS സുജാത, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ രാജമ്മ ഭാസ്കരൻ, ജില്ലാ സെക്രട്ടറി രമാമോഹൻ, CPM ജില്ലാ സെക്രട്ടറി KJ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തിൽ അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഡോക്ടർ TN സീമ MBA പ്രസിഡന്റായും KK ശൈലജയെ സെക്രട്ടറിയായും ട്രഷററായി PK സൈനബയെയും വീണ്ടും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിൽ പ്രകടനം നടത്തി. തുടർന്ന് ടൌണിൽ നടന്ന യോഗം മണ്ഡലം പ്രസിഡന്റ് തോമസ് ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസിമോൾ മനോജ്, വൈസ് പ്രസിഡന്റ് സാബു പുതുപ്പറമ്പിൽ, TC ജേക്കബ്, ജെയ്സൺ പെരിഞ്ചേരി, ലത K സലീമോൻ, മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന ക്രൂരതയും അഴിമതിയും അങ്ങേയറ്റം ജനങ്ങളുടെ ഇപ്പോൾ വെളിച്ചത്തിലാണ്. കാരണം പിണറായി വിജയൻ സമരം നേതൃത്വം കൊടുക്കുന്നയാൾ 364 കോടി രൂപയുടെ ലാവലിംഗ് കേസിൽ പെട്ടിരിക്കുകയാണ്. പക്ഷേ അത് മാതൃക കാണാതെ ആ സമരത്തിലെ പ്രതി ഈ സമരം നടത്തുന്നു. ഒരു വിരോധാഭാസമാണ്. അതുപോലെ തന്നെ ഈ സമരം ഞങ്ങൾ പേടിച്ച് മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് എല്ലാ നിയമവഴികളും നേരിട്ടുകൊണ്ട് വേണ്ടി വന്നാൽ പട്ടാളത്തോട് അടുപ്പിക്കുക. സവാളയുടെ വില കേട്ടാൽ കണ്ണു നിറയും. ഒറ്റ ദിവസം കൊണ്ട് 22 രൂപയാണ് സവാളയ്ക്ക് കൂടിയിരിക്കുന്നത്. 48 രൂപയായിരുന്ന സവാളയ്ക്ക് ഇപ്പോൾ 70 രൂപ കൊടുക്കണം. അപ്രതീക്ഷിതമായി ഒറ്റ ദിവസം കൊണ്ട് സവാളയ്ക്കുണ്ടായ വിലവർധന ഉപഭോക്താക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രളയക്കെടുതിയെ തുടർന്ന് ഉത്തരേന്ത്യയിൽ കൃഷി നശിച്ചതാണ് കാരണമായി വ്യാപാരികൾ പറയുന്നത്. ശനിയാഴ്ച മൊത്ത വ്യാപാരികൾ 45 രൂപയ്ക്കെടുത്ത സവാളയ്ക്ക് തിങ്കളാഴ്ച 58 രൂപയായിരുന്നു. ചെറുകിട കച്ചവടക്കാർ 70 രൂപയ്ക്കാണ് സവാള വിൽക്കുന്നത്. കേരളത്തിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സാധനങ്ങളുടെ വരവ് കുറഞ്ഞതും വിലക്കയറ്റത്തിന് കാരണമായി. 2-3 ദിവസം കൊണ്ടാണ് സവാളയുടെ വില വ്യത്യാസം വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസം വരെ 40 രൂപ 44 രൂപയ്ക്ക് വിറ്റുള്ള സവാളയാണ് ഇന്നിപ്പോൾ 70 രൂപ 72 രൂപ 68 രൂപ വിലയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ 65 രൂപ വിലയ്ക്ക് മിക്കവാറും 65-66 രൂപ വിലയ്ക്കാണ് കച്ചവടക്കാർ കിട്ടുന്നത്. അവരത് 70 രൂപ 72 രൂപ വിലയ്ക്ക് വിൽക്കുന്നുണ്ട്. സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഷോർട്ടേജ് വന്നിരിക്കുന്നത്. വേറെ ഒരു സാധനം പച്ചക്കറിക്കും വില കൂടിയിട്ടില്ല. സവാളയ്ക്ക് മാത്രമേ ഇതുപോലെ വില വ്യത്യാസം വന്നിട്ടുള്ളൂ. കേരളത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വവും വിലവർധനയ്ക്ക് ആക്കം കൂട്ടി. ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഭയന്ന് തമിഴ്നാട്ടിൽ നിന്നും ലോറിയിൽ സാധനങ്ങൾ അയക്കാൻ കച്ചവടക്കാർ മടി കാണിക്കുന്നുണ്ട്. നല്ല വില ലഭിക്കുന്ന ഉത്തരേന്ത്യൻ വിപണിയിലേക്ക് സവാള കൂടുതലായി കയറ്റി അയക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സവാളയ്ക്ക് വിപണിയിൽ പച്ചമുളകിനേക്കാളും ഡിമാൻഡായി. 60 രൂപയ്ക്ക് മുകളിലാണ് പച്ചമുളകിന്റെയും വില. കേരളത്തിലേക്ക് ലോഡ് അയക്കേണ്ടെന്ന വ്യാപാരികളുടെ നിലപാട് പലവ്യഞ്ജന സാധനങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓണക്കാലത്ത് ക്ഷാമവും വിലക്കയറ്റവും ഉണ്ടാക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, മണർകാട്. കോട്ടയം നഗരത്തിൽ ഏറെ ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഗതാഗത കുരുക്കിന് ശമനമായിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും അനധികൃത പാർക്കിംഗുമാണ് ഇതിന് കാരണം. വഴിയോര കച്ചവടക്കാരുടെ വർധനവും നഗരത്തെ കൂടുതൽ ഗതാഗത കുരുക്കിലാക്കുന്നു.
ശാസ്ത്രീയമായ നിരവധി ഗതാഗത പരിഷ്കാരങ്ങൾ കോട്ടയം നഗരത്തിൽ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് ഇവിടെ. ജില്ലാ പോലീസ് മേധാവിയായി MP ദിനേശ് ചാർജ് എടുത്ത ശേഷം നിരവധി ഗതാഗത പരിഷ്കാരങ്ങൾ മാറി മാറി പരീക്ഷിച്ചുവെങ്കിലും ഇതൊന്നും നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സഹായമായില്ലെന്നതിന് തെളിവാണ് ഈ ദൃശ്യങ്ങൾ. മിനിറ്റുകൾ മാത്രം കടന്നുപോകാൻ എടുക്കുന്ന നഗരത്തിലൂടെ മണിക്കൂറുകൾ കുരുക്കിലകപ്പെട്ട് ശ്വാസം മുട്ടിയാണ് ജനം കടന്നുപോകുന്നത്. റോഡിന്റെ ശോച്യാവസ്ഥയാണ് ഗതാഗതക്കുരുക്കിന് മുഖ്യ കാരണം. നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ അനധികൃത പാർക്കിംഗും നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടുന്നു. ഫുട്പാത്തുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം വഴിയോര കച്ചവടക്കാർ കയ്യേറി. കാൽനട യാത്രക്കാർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് ഇത് കാരണമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെള്ളാവൂർ ഗ്രാമപഞ്ചായത്തിൽ ശാരീരിക വൈകല്യമുള്ളവർക്കായി മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിമോൻ ജോസഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുമാഷ് ഷിബുലാൽ, പഞ്ചായത്ത് അംഗങ്ങളായ KK മോഹൻ നായർ, അനിൽകുമാർ MT, ജലജ മോഹൻ, ശോഭനകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകൾ തുടരുന്നു. പുതിയ തലമുറ കാർഷിക മേഖലയിലേക്ക് കടന്നുവരാൻ മടിക്കുമ്പോൾ വെള്ളരി കൃഷിയിൽ ലാഭം കൊയ്യുകയാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ജോയി ചിരംചിറ. അനുയോജ്യമായ കാലാവസ്ഥയാണെങ്കിൽ കിലോയ്ക്ക് 8 രൂപ കിട്ടിയാൽ പോലും വെള്ളരി കൃഷി ലാഭമാണെന്ന് വെള്ളരി ജോയി എന്ന് നാട്ടുകാർ വിളിക്കുന്ന ജോയി പറഞ്ഞു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പർ ജോയി ചീരഞ്ചിറയുടെ കുടുംബത്തിന് പച്ചക്കറി കൃഷിയാണ് പ്രധാന വരുമാന മാർഗം. 70 വർഷമായി ജോയിയുടെ കുടുംബം വെള്ളരിയാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ പാട്ടഭൂമി ഉൾപ്പെടെ 5 ഏക്കറിലധികം സ്ഥലത്താണ് കൃഷി. വേനൽ മഴ പ്രതീക്ഷിച്ചുള്ള കൃഷിയും ഡിസംബർ മാസത്തിലെ കൃഷിയും ഉൾപ്പെടെ 2 സീസണിലായാണ് കൃഷി ചെയ്യുന്നത്. അനുയോജ്യമായ കാലാവസ്ഥയാണെങ്കിൽ 56-ാം ദിവസം വിളവെടുക്കാം എന്നതാണ് ഈ കൃഷിയുടെ പ്രത്യേകത. ഈ കൃഷിയിൽ നിന്നാണ് എൻ്റെ മെയിനായിട്ടുള്ള വരുമാനം. അത് ഞാനിങ്ങനെ ഇത് 2 സീസണിലായിട്ട് ഈ കൃഷി ചെയ്തു വരുന്നു. ഒന്ന് ഈ വേനൽ മഴയെ ആശ്രയിച്ച് വരുന്ന ഈ കൃഷിയും, അതുകൂടാതെ ഡിസംബർ മാസത്തിൽ വിത്ത് കുഴിച്ചിട്ട് കൃഷി ചെയ്തു വരുന്ന 2 നല്ല അത്യുൽപാദന ശേഷിയുള്ള കേടില്ലാത്ത വിത്ത് ഞാൻ കിളിപ്പിച്ചാണ് വിത്തിടുന്നത്. ഇട്ടാൽ എനിക്ക് ഒരു 56-60 ദിവസമാകുമ്പം കായ എടുക്കാൻ പരുവത്തിന് വരുന്നുണ്ട്. പക്ഷേ അത് കാലാവസ്ഥ ഒത്തു കിട്ടണം, ചെടി കേടില്ലാത്തതായിരിക്കണം, അതിൻ്റെ ആ വളം നന അതിന് കിട്ടേണ്ട ആ പ്രായത്തിൽ കിട്ടിയിരിക്കണം. ഒരു വർഷം 10 ടണ്ണിലധികം വിളവ് ഇവിടെ നിന്നും ലഭിക്കാറുണ്ട്. കിലോയ്ക്ക് 15 രൂപ നൽകി ഹോർട്ടികൾച്ചർ മിഷൻ പുരയിടത്തിൽ നിന്ന് നേരിട്ട് വെള്ളരി വാങ്ങുകയാണ്. ഓണം വിപണി ലക്ഷ്യമാക്കി തടിയൻ കായും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. വടക്കേ ഇന്ത്യക്കാരായ 3 പേരും നാട്ടുകാരായ 4 പേരും ഉൾപ്പെടെ 7 തൊഴിലാളികൾ ഇവിടെ സ്ഥിരമായുണ്ട്. ന്യൂസ് ബ്യൂറോ, മണർകാട്. അദ്വൈതാശ്രമം പുരാണ പാരായണ കലാസംഘടനയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങൂരിൽ നടക്കുന്ന രാമായണ സത്രം വ്യാഴാഴ്ച സമാപിക്കും. 3-ാം ദിവസമായ ചൊവ്വാഴ്ച രാവിലെ ശ്രീരാമ സഹസ്രനാമ ജപത്തിന് ശേഷം പാരായണം ആരംഭിച്ചു. തുടർന്നായിരുന്നു വ്യാഖ്യാനം. AP കൃഷ്ണൻകുട്ടി നായരാണ് യജ്ഞാചാര്യൻ. കുട്ടികളെ എനിക്കറിയാം. ഇപ്പം വിഷ്ണു പേരൊക്കെയുള്ള കുട്ടികളെ മുമ്പ് സാധു ചീബു എന്നൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആ പേരുകളൊക്കെ മറഞ്ഞുപോയി കഴിഞ്ഞിരിക്കുകയാണ്. ആളുകൾക്ക് വിവേകം വന്നതിൻ്റെ ഫലമാണ് ആ പേരൊക്കെ മാറിപ്പോയത്. ഇപ്പം അതേപോലെ പഴയ പേരിലേക്ക് വീണ്ടും മടങ്ങുകയാണ്. അതുകൊണ്ട് ഭഗവാനിലുള്ള പരമപ്രേമമാണ് നിശ്ചിതമായിട്ടുള്ള ആ ഉപാധി. ആ ഉപാധി ആരംഭിച്ചാൽ പെട്ടെന്ന് ഭഗവാനെ പ്രാപിക്കാൻ കഴിയും. മഴ കുറഞ്ഞതോടെ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളമിറങ്ങി തുടങ്ങി. ഇതോടെ 4-ാം തവണയും ദുരിതാശ്വാസ ക്യാമ്പിലെ താമസത്തിനു ശേഷം വിജയപുരം മധുരഞ്ചേരി നിവാസികൾ തിരികെ വീടുകളിലെത്തി. മുൻ വർഷങ്ങളിൽ ഒരിക്കൽ മാത്രമേ മധുരഞ്ചേരിയിൽ വെള്ളം കയറിയിട്ടുള്ളൂ. മീനന്തലയാറ്റിൽ വെള്ളം പൊങ്ങിയതോടെ പതിവിന് വിപരീതമായി 4 തവണ ഇവിടെ വെള്ളം കയറി. 9 കുടുംബങ്ങളിലെ 40ഓളം പേർക്ക് വടവാതൂർ EA LP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയേണ്ടി വന്നു. ശനിയാഴ്ച വീടുകളിൽ നിന്നും വെള്ളമിറങ്ങിയതിനെ തുടർന്ന് ഇവർ തിരികെ വീടുകളിലെത്തി. പ്രദേശത്ത് അടിഞ്ഞുകൂടിയ ചള്ള നീക്കം ചെയ്ത് വീണ്ടും താമസത്തിനൊരുങ്ങുമ്പോഴും ഇനിയും കാലവർഷം കനത്ത് വെള്ളപ്പൊക്കമുണ്ടാകുമോ എന്ന ഭീതിയിലാണ് ഇവർ. വളർത്തുമൃഗങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ സമീപത്തുള്ള വീടുകളിൽ എത്തിക്കുകയായിരുന്നു പലരും. സ്വന്തമായ സ്ഥലമില്ലാത്ത ഇവർക്ക് താമസ സൗകര്യം ഒരുക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മണർകാട്.
PC ജോർജ് ചീഫ് വിപ്പ് സ്ഥാനം രാജിവെക്കണമെന്നും ലാവ്ലിൻ കേസിൽ പിണറായി വിജയന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നെടുങ്കുന്നം നിയോജകമണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധത്തെ തുടർന്ന് പ്രകടനക്കാർ ഇരുവരുടെയും കോലം കത്തിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോ പായിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ടിൻറ്റു തോമസ് അധ്യക്ഷനായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വ്യാജ ഡോക്ടറെ ഗാന്ധിനഗർ പോലീസ് പിടികൂടി. പിടിയിലായത് പത്തനംതിട്ട പെരുന്നാട് സ്വദേശി രഞ്ജിത്ത്. അന്വേഷണം രോഗികളുടെ പരാതിയെ തുടർന്ന്. സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ നടപടി സ്വാഗതം ചെയ്യുന്നതായി ചീഫ് വിപ്പ് PC ജോർജ്. കേരളത്തിൽ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകണം. പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് സർക്കാർ 4.25 കോടി രൂപ അനുവദിച്ചു. ഒന്നാം ഘട്ട പണികൾ പൂർത്തിയായി വരുന്നു. പൊന്തൻപുഴ വനത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തടികൾ ചിതലരിച്ച് നശിക്കുന്നു. തടികൾ ലേലം ചെയ്യാൻ വനം വകുപ്പ് അധികൃതർ തയ്യാറാകുന്നില്ല. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആഗ്രഹം സത്യമെങ്കിൽ സഫലമാക്കാൻ അത്തിയാലിൽ സ്ലിറ്റ്സ് പൊൻകുന്നം. ദേശാഭിമാനി, മലയാളത്തിലെ ഒരേയൊരു ജനകീയ പത്രം. ദേശാഭിമാനി. ക്യാബിനറ്റ് വാർത്തകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വിലാസം: ക്യാബിനറ്റ് ന്യൂസ്, അഞ്ചാനി ടവർ, പൊൻകുന്നം. അഭിപ്രായങ്ങൾ ഇമെയിലിലും ഫോണിലും അറിയിക്കാം. വിലാസം: cabinet channel@gmail.com. ഫോൺ 0428 22 40 58 0428 22 23 16.